എല്ലാവർക്കും നഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ചിക്കൻ ഹൈദരാബാദി ദം ബിരിയാണിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ചിക്കൻ 1 കിലോ ക്ലീൻ ചെയ്ത് വെച്ചത്, ഒരു 6-7 ഉള്ളി നേരിയതായിട്ട് അരിഞ്ഞ് വെച്ചത്, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനും പിന്നെ ഒന്ന് വഴറ്റാനും വേണ്ടിയിട്ടാണ്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മല്ലിയില, പുതിനയില ആവശ്യത്തിന്, പച്ചമുളക് ചതച്ചത്, ഒരു എരിവിനനുസരിച്ച് 5-6 പച്ചമുളക്, തൈര് 1/4 കപ്പ്, പുളിയില്ലാത്ത തൈരാണെങ്കിൽ 1/2 കപ്പ് എടുക്കാം. പിന്നെ പെപ്പർ കോണ് 1 ടേബിൾ സ്പൂണ്, ലെമൺ ജ്യൂസ് 1 ലെമണിൻ്റെത്, പിന്നെ ഓയിൽ ആവശ്യത്തിന്. പിന്നെ പൊടികൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൗഡർ, ഉപ്പ്, ജീരക പൗഡർ. ചിക്കന് ഒരു പാത്രത്തിലിട്ടിട്ട് അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ പെപ്പർ കോണ്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, പുതിന എല്ലാം ചേർത്ത് കൊടുക്കുക. പിന്നെ ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കാം, തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. മുളകിൻ്റെയൊക്കെ അളവ് ഞാൻ ഇതിൽ കൊടുക്കുന്നതാണ്, സബ് ടൈറ്റിൽ കൊടുക്കുന്നതാണ്. ചീനച്ചട്ടിയിൽ ഓയിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഉള്ളി നമ്മൾ കട്ട് ചെയ്ത് ചെടി നിന്ന് പകുതി ഉള്ളി ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കുക. അത് മാറ്റി വെക്കുക. എന്നിട്ട് ആ ഓയിലിൽ തന്നെ ബാക്കി ഉള്ളി ചേർത്തിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കനിന് ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്, നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ആ ചിക്കൻ മാരിനേറ്റ് ചെയ്തതിലേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്ത ഉള്ളിയും നമ്മൾ വഴറ്റിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. ചിക്കനെ മാരിനേറ്റ് ചെയ്തിട്ട് 1 മണിക്കൂർ വെക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് അടച്ച് വെച്ചിട്ട് വേവിച്ച് കൊടുക്കുക. നന്നായിട്ട് നല്ല വെന്ത് വന്നിരിക്കണം മസാല. നമ്മൾ ബസ്മതി റൈസ് ഒരു 3 കപ്പ് സോക്ക് ചെയ്ത് വെക്കുക. അത് വെള്ളം കളഞ്ഞ് ഊറ്റി വെക്കുക. ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ്, അതായത് ബേ ലീഫ്, ചെറിയ ജീരകം, കറുവപ്പട്ട, ഗ്രാമ്പൂ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. കുറച്ച് ഓയിലും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. വെള്ളം തിളക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ശേഷം അരിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഗീ റൈസ് വെക്കുന്ന പോലെയും വെക്കുക കേട്ടോ. നമ്മൾ സാധാ ഗീ റൈസ് വെക്കുന്ന പോലെ വെച്ചിട്ട് നമ്മൾ ബിരിയാണി ദമ്മിടുന്ന പോലെ അങ്ങനെ ഇട്ട് കൊടുക്കുക. ബസ്മതിയിലാണെങ്കിൽ സോക്ക് ചെയ്തിട്ടും വെക്കുക, ഇങ്ങനെ വേവിച്ചിട്ട് ഊറ്റിയിട്ട് കൊടുക്കുക. സാധാ നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന പോലെ, ഗീ റൈസ് വെക്കുന്ന പോലെ വെക്കുക. ഇതിപ്പോൾ വേവിച്ച് ഊറ്റിയെടുത്ത് ഇനിയിപ്പോൾ നമ്മൾ ദമ്മ് ചെയ്യുകയാണ്. അത് ചിക്കൻ ഇട്ട് കൊടുക്കുക. പിന്നെ 1 ലെയർ ചോറ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ലെമൺ ജ്യൂസ് കുറച്ചെടുത്തിട്ട് അതിലേക്ക് രണ്ടിലേക്കും കളറ് വേണമെങ്കിൽ റെഡ് കളറും യെല്ലോ കളറും ചേർത്ത് കൊടുക്കുക. പിന്നെ ഗരം മസാല 1 ലെയറിൽ മല്ലിയിലയും, നമ്മൾ ചോറിട്ടതിന് ശേഷം മല്ലിയിലയും ഗരം മസാലയും പിന്നെ ഇതേപോലെ 2 കളറും ഇങ്ങനെ ഇതേപോലെ ചേർത്ത് കൊടുക്കുക. കളർ നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ നമുക്കൊരു കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് കളർ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഓരോ ലെയറായിട്ട് മസാലയും ചോറും, പിന്നെ ആ ചോറിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മേലേക്ക് മല്ലിയിലയും ഗരം മസാലയും ഇതേപോലെ കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചോറ് തീരുന്നവരെ അങ്ങനെ ചെയ്ത് കൊടുക്കുക.
നമ്മൾ പുതിന നമ്മൾ മസാലയിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കുക. പുതിനേൻ്റെ ടേസ്റ്റ് ഉള്ളവർ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് പുതിന മല്ലിനേക്കാൾ കൂടുതൽ പുതിനയിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഫുള്ള് ലെയർ അങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം നടുക്കൊരു വലിയൊരു ഇങ്ങനെ കുഴി ഉണ്ടാക്കുക. ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഫോയിലിനെ കൊണ്ട് നമ്മൾ ആ പാത്രം നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ചെറിയ തീയിൽ വെക്കണം. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ആ ചെമ്പ് നന്നായിട്ട് ഇതേപോലെ ഇങ്ങനെ കവർ ചെയ്തിട്ട് അതിൻ്റെ മേലെ ഇതിൻ്റെ ലിഡ് വെച്ച് കൊടുക്കാം. നമ്മൾ ആ കുറച്ച് സമയം ഒരു കാമണിക്കൂറിലധികം വെക്കേണ്ടി വരും. കാമണിക്കൂർ അരമണിക്കൂറോളം ദമ്മിന് വെച്ച് കൊടുക്കുക. നല്ല ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല പുക വരും ഇതിൽ നിന്ന്. ഞാനധികം ഗീ റൈസ് വെച്ചിട്ട് ജീരകശാല റൈസ് വെച്ചിട്ടാണ് ചെയ്യാറ്. അത് നല്ല ടേസ്റ്റാണ്. പ്രാവശ്യം ബസ്മതി വെച്ചിട്ട് ചെയ്തത് സെയിം ആയിട്ട് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ ആക്കിയിട്ട് അങ്ങനെയും ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇനിയും സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് റെസിപ്പിയുമായി കാണാം.